നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഓഫർ തട്ടിപ്പ് കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ ബുഷറ റഷീദ്. തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ താനടക്കമുള്ളവരെ കുടുക്കിയത് കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺ. വനിതകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തി. ഇതിന്റെ ഭാഗമായാണ് പകുതി വില പദ്ധതിയും ഏറ്റെടുത്തത്. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന്റെ സൈറ്റ് പരിശോധിച്ചപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാർ അടക്കമുള്ളവരും അനന്തു കൃഷ്ണന്റെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. സീഡ് വടക്കാഞ്ചേരി ക്ലസ്റ്ററിൽ പണമടച്ചത് 7 പേർ മാത്രം. അനന്തു കൃഷ്ണനുമായി എഗ്രിമെന്റ് ഉണ്ടാക്കിയത് 48 പേർ. 60,000 രൂപ അടച്ച് താനും വഞ്ചിക്കപ്പെട്ടതായി ബുഷറ. ഓഫർ തട്ടിപ്പ് കേസ് ഓട്ടുപാറ സീഡ് ഓഫീസിലേക്ക് DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസുമായി ഉന്തും തള്ളും. ഓഫീസിന്റെ ബോർഡ് തകർത്തു. DYFIയുടെ കൊടികളും ബാനറും സ്ഥാപിച്ചു. നഗരസഭാ കൗൺസിലർ AD അജി ഉൾപ്പെടെ 7 പേർക്കെതിരെയും വനിതകളടക്കമുള്ള 45ഓളം CPM DYFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്ത് വടക്കാഞ്ചേരി പോലീസ്. അനുമതിയില്ലാതെ നഗരത്തിൽ പ്രകടനം നടത്തി, പൊതുഗതാഗതം തടസ്സപ്പെടുത്തി എന്നിവ കുറ്റങ്ങൾ. കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആനയുടെ പരാക്രമം. ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. വള്ളംകുളം നാരായണൻകുട്ടി എന്ന കൊമ്പനാണ് പാപ്പാൻ കുഞ്ഞുമോനെ റോഡിലിട്ട് കുത്തിക്കൊന്നത്. കൂറ്റനാട് ശുഹദാക്കളുടെ മഖാമിലെ ആണ്ട് നേർച്ചയ്ക്കിടെയുള്ള ദേശോത്സവത്തിനിടെയാണ് ആനക്കലി. നേർച്ചയിലെ വട്ടപ്പറമ്പൻസ് എന്ന ടീമിന്റെ ആനയാണ് ഇടഞ്ഞ് ദുരന്തം വിതച്ചത്. ഉത്സവങ്ങൾക്ക് ആനകളെ അണിനിരത്തുമ്പോൾ കർശന ദൂരപരിധിയും നിബന്ധനകളുമായി വനം വകുപ്പ്. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കണമെന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ. ആനകൾ തമ്മിൽ നട മുതൽ നടവരെ ചുരുങ്ങിയത് 1 മീറ്റർ അകലമുണ്ടാകണം. 1 മുതൽ 7 വരെ ആനകളെ എഴുന്നള്ളിക്കുന്ന ഉത്സവങ്ങൾ 1 കോടി രൂപയ്ക്കും, 8 മുതൽ 15 വരെ 1.5 കോടി രൂപയ്ക്കും, 15-ന് മുകളിൽ 2 കോടി രൂപയ്ക്കും ഇൻഷുർ ചെയ്യണം. ആനകളുടെ 3 മീറ്റർ ചുറ്റളവിൽ പൊതുജനങ്ങൾ എത്താത്ത രീതിയിൽ സുരക്ഷയൊരുക്കണം. എഴുന്നള്ളിപ്പുകൾക്ക് തീവെട്ടികൾ 3 മീറ്റർ അകലത്തിൽ വേണമെന്നും നിബന്ധന. രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാം ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കുറവ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു. കുടിശ്ശികയുള്ള 3 ഗഡു കൊടുത്തു തീർക്കാൻ നടപടിയെന്ന് പ്രഖ്യാപനം. ഭൂനികുതി കുത്തനെ വർദ്ധിപ്പിച്ചു. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധന. വടക്കാഞ്ചേരിയെ സമ്പൂർണമായി അവഗണിച്ചതായി DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിന് വേണ്ടി നീക്കിവെച്ചത് നാമമാത്ര തുകയെന്നും ആരോപണം. തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ തൃശൂരിലെ സ്വകാര്യ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി എടവട്ടം മഞ്ചേരി പുത്തൻ വീട്ടിൽ മഹീഷ് രാജിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരം AR ക്യാമ്പിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു 49-കാരൻ. തീവ്രതയേറിയ ലൈറ്റുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം.
2 ബോട്ടുകൾ പിടിച്ചെടുത്ത് ഫിഷറീസ് വകുപ്പ്. മുനമ്പം പള്ളിപ്പുറം സ്വദേശിയുടെ വചനം 2 ബോട്ടുകളാണ് പിടികൂടിയത്. ഹൈ വോൾട്ടേജ് LED ലൈറ്റുകൾ, ഹൈ മാസ്റ്റ് ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റുകൾ എന്നിവ പിടിച്ചെടുത്തു. പിഴയായി 7,63,600 രൂപ ഈടാക്കി. പെരുമ്പിലാവ് തളത്തറയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് അജ്ഞാതന്റെ പെട്രോൾ ബോംബേറ്. പാലവളപ്പിൽ ഹൈദരാലിയുടെ കൃഷിയിടത്തിലേക്കാണ് ബോംബെറിഞ്ഞത്. കൃഷി ചെയ്തിരുന്ന വാഴകളടക്കമുള്ളവ കത്തിനശിച്ചു. ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. അന്വേഷണവുമായി കുന്നംകുളം പോലീസ്. മുണ്ടത്തിക്കോടിന് വിസ്മയ കാഴ്ചയൊരുക്കി തെയ്യക്കോലങ്ങൾ. പാതിരിക്കോട്ടുകാവ് വേലാഘോഷത്തിന് സമാപനം. ദേവസ്വം തിളമ്പേറ്റിയ കൊമ്പൻ കൊടിമരം ഇളക്കി. ക്ഷേത്ര സമുച്ചയത്തിലെ പഴയ കോമരത്തിന്റെ സ്മാരകത്തിൽ കലശം നടന്നു. പെരുമ്പിലാവ് കൊരട്ടിക്കര സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. ഒഴിവായത് വന്നപകടം. നിറയെ യാത്രക്കാരുമായി പോയിരുന്ന ബസിന്റെ ചില്ലാണ് തകർന്നു വീണത്. മണ്ണമ്പേട്ടയിൽ അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സൈക്കിൾ യാത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ബൈക്കിടിച്ച് കർണാടക സ്വദേശിയുടെ കാൽപാദം അറ്റു.